പാനിന്യം കോമഡി പടം കേട്ടോ, അതിനപ്പുറത്തേക്ക് ഒന്നും പറയില്ല. കൊള്ളൂലെന്നല്ല, കോമഡി പടം, ചിരിച്ചോണ്ടിരിക്കാം, പൈസ വസൂല് പടം, മാസൊന്നുമില്ല, ഫുൾ കോമഡി പടം. അല്ലു അർജുൻ എന്താ, പുള്ളിക്കാരൻ എന്തൊക്കെയോ ചെയ്യാൻ നോക്കി കിട്ടിയില്ല, ബാഫ് എന്തൊക്കെയോ ചെയ്യാൻ നോക്കി കിട്ടിയില്ല. ആകെ കിട്ടിയത് മറ്റേ അവള് പേരെന്താ, രശ്മിക. അവള് ചെയ്തിട്ടുണ്ട്. നാഷണൽ അവാർഡ് ഉറപ്പാണ്. പിന്നെ നാഷണൽ അവാർഡ് ഉറപ്പ്. നന്നായിട്ടുണ്ട്. ആ, സൂപ്പർ ആയിരുന്നു. ഇല്ല, എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മള് പാവയെ പറ്റി പ്രതീക്ഷിക്കുന്ന അല്ലു അർജുനിൽ പ്രതീക്ഷിക്കുന്ന എക്സ്ട്രീം ലെവലിൽ വന്നിട്ടുണ്ട്. ഇനി അടുത്ത തേർഡ് പാർട്ടിൽ കാണാം. കൊള്ളത്തില്ല, ഫസ്റ്റ് വെച്ച് നോക്കണമെങ്കിൽ വെറും ബോറാണ്. രശ്മിക മന്ദാന ആ സെക്കൻഡ് ഹാഫ് ഫുള്ള് ചിരിക്കാൻ മാത്രം കൊള്ളാം. അവർക്ക് നാഷണൽ അവാർഡല്ല തേങ്ങ കിട്ടും. ഇത് കണ്ടിട്ട് ഒന്നും കൊള്ളത്തില്ല. പൊന്നാകാൻ മൂന്നര എനിക്ക് വെറും ബെസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കൊള്ളൂല്ല. അതുമാതിരി പടം ഇത് മാറ്റിക്കളഞ്ഞ്, ട്രാക്ക് കൊണ്ട് മാറ്റിക്കളഞ്ഞ്. ആദ്യം ഈ കന്നനക്കടത്ത് അതൊക്കെ കാണിച്ച് മാസം കാണിച്ചോണ്ട് വന്നിട്ട് പിന്നീട് കൊണ്ടുവന്നിട്ട് പടത്തിന്റെ ഇതങ്ങ് മാറ്റിക്കളഞ്ഞ് എന്തോന്നാക്കി അവന്മാര് ഫുൾ ഫാമിലി ആക്കി കളഞ്ഞു. കൊള്ളൂല്ല, വെറും പഞ്ഞ്. പിന്നെ സൂപ്പർ. നെഗറ്റീവ് ആര് പറഞ്ഞ സിനിമ കാണാറുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ അവർ വേറെ സിനിമ കൊള്ളാം, അടിപൊളിയായിട്ട്. പുഷ്പ ഒന്നെയാണ് കൊള്ളാം, അടിപൊളിയായിട്ട്. സൂപ്പർ ഇഷ്ടപ്പെട്ടാന്ന് വെച്ചാൽ കടിച്ചു തിന്നുന്ന സീൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കയ്യും കാലും കെട്ടി വെച്ചിട്ട് കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. ആവറേജ്. പർപ്പസിൽ സൂപ്പർ. ഫസ്റ്റ് എങ്ങനെയോ അത് തന്നെയാണ് സെക്കൻഡ്. കേട്ടില്ല, ഫാമിലി എല്ലാം കൂടെ മിക്സ് ചെയ്ത് കയറ്റി അങ്ങ് ബോറാക്കി കളഞ്ഞു. അല്ലു അർജുൻ ഒക്കെ നൈസാണ്. ഫാസിലിനൊക്കെ വെറുതെ കൊണ്ടിട്ടോ പോലെ ഇരിക്കുന്നത്. അപ്പൊ ഈവൻ സോങ് പ്ലേസ്മെന്റ് എല്ലാം വെറും ശോകമായിരുന്നു. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ.